എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റീഡിങ് കൂടുതൽ റെസൊനേറ്റ് ആവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് കൺഫേം ആയിട്ടുള്ളവർക്കായിരിക്കും. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും അതുപോലെ നിങ്ങളോടുള്ള ഫീലിങ്സും അതാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവുകയില്ല. റെസൊനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം കാണുക. അപ്പം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. കാരണം നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ പറയുന്നത്. നമുക്ക് ആദ്യം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു സിറ്റുവേഷനോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് സോർഡ്സ്, Ten of Cups, Knight of Pentacles, Nine of Pentacles, Page of Swords, Five of Pentacles. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ചില ആളുകൾക്ക് ആ ഒരു പേഴ്സൻ്റെ ഫാമിലി തന്നെ ആകാനാണ് ഒരു സാധ്യത കാണുന്നത്. ചില ആളുകൾക്ക് മാത്രം. ചിലർക്ക് നിങ്ങളായിരിക്കാം അവരുടെ ഫാമിലി, നിങ്ങളായിരിക്കാം ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പം ഇവിടെ ആ ഒരു പേഴ്സൺ ഒരു വളരെയധികം ഒരു കൺട്രോളിങ്ങിൽ നിൽക്കുന്ന, അതായത് ഒരു അവർക്ക് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൂടുതലും പെൻഡക്കിൾസ് കാർഡാണ് വരുന്നതും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ തേർഡ് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫിനാൻഷ്യലി എല്ലാം കൊടുക്കൽ വാങ്ങൽ സിറ്റുവേഷൻ നടക്കുന്നത് കൊണ്ടായിരിക്കും അവർ അതിനകത്ത് തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു ഇത്. അതായത് അവർക്ക് ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് ഒരു ഭയമുണ്ട്. കാരണം അവരവിടെ റെസ്പോൺസിബിൾ ആണ്, അവരവിടെ ആൻസറബിൾ ആണ്. അപ്പം അതാണ് ഇവിടെ കാണുന്ന ഒരു എനർജി. ആൻഡ് അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഈ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് ഈ ഒരു എനർജിയിൽ കാണുന്നതും. ഇപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു ജോലിയായിട്ട് കാണാം. കാരണം ജോലി എന്ന് പറയുന്നതും ഒരാളുടെ മേലെ കൺട്രോൾ ചെലുത്താറുണ്ട്. അപ്പം ചിലർക്ക് ഇതൊരു ജോലിയായിരിക്കാം, ചിലർക്ക് അവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരെ കൂടുതൽ ഫിനാൻഷ്യലി മെറ്റീരിയലിസ്റ്റിക്കലി ഒക്കെ അവരെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളൊരു എനർജി തന്നെയാണ് കാണുന്നത്. എത്രത്തോളം സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം അവരിൽ നിന്ന് ഒരു മെറ്റീരിയലിസ്റ്റിക് ഗെയിൻ ഉണ്ടെങ്കിൽ പോലും അവരെന്തോ മിസ് ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം മേ ബി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ തേർഡ് സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ടാകാം, വാച്ച് ചെയ്തിട്ടൊക്കെ അവരെ അനങ്ങാൻ വിടാതെ നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവരതിനകത്ത് ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള ഒരു ഫീലാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ഒരു ട്രൂ ഇമോഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അതാണ് ഇവിടെ നോക്കുന്നത്. The Hanged Man, Four of Cups, Seven of Wands, the Moon, the Devil and Two of Wands. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പം അവർക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വളരെ മിസ്സിംഗ് ആണ്. ഇവിടെ ഫോർ ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ, മൂൺ കാർഡുകൾ എല്ലാം ഒരു എക്സ്ട്രീം ലെവലിൽ മിസ്സിങ്ങിനെ കാണിക്കുന്ന ഒരു കാർഡുകളാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുള്ള ഒരു ഏരിയ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റിൽ വരാൻ കഴിയുക എന്നൊക്കെ ആലോചിച്ച് അവർ നിങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. അവർക്കറിയാം
ഈ ഒരു സിറ്റുവേഷനിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉള്ളതാണ് നിങ്ങളുടെ റിലേഷനെ 2 വശത്തേക്കാക്കി പോയതെന്ന് അവർക്കറിയാം. അവർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ അവർക്ക് അതിനെ ഒന്ന് ശരിയാക്കാനായിട്ട് അവർക്കിപ്പോൾ കഴിയുന്നില്ല. അതിനകത്തൊരു ആക്ഷൻ നമ്മൾ മുന്നേ കണ്ടിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കൺട്രോളബിൾ ആയിട്ട് അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അവർക്ക് അതിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയാതെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കപ്പ്, 4 ഓഫ് കപ്സ് അങ്ങനെയാണ്. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ബാക്കി എന്തൊക്കെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിലും ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ് ആ കാർഡിലുള്ളത്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന മൊമെന്റ്സ്. ഇവിടെ ഈ ഹാങ്ഡ്മാനും അങ്ങനെ തന്നെയാണ്. അതായത് ആള് ഒന്ന് ഇരുന്നിട്ട് അതായത് ഇങ്ങനെ ഓൾഡ് പാറ്റേൺസ്, ആളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്നു പോകാം. അങ്ങനെ പെട്ടെന്നൊന്ന് വന്നു പോയി വീണ്ടും നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ട് തിരികെ പോകുമ്പോൾ അത് വീണ്ടും നിങ്ങൾക്കൊരു പെയിൻ തരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ മൂൺ എനർജിയും അങ്ങനെയാണ്. അവർക്ക് വളരെയധികം ഒരു പേടിയാണ്. നമ്മുടെ തേർഡ് പാർട്ടിയിലും വളരെ കൺട്രോളബിൾ ആയിട്ടാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതേപോലെ അവർക്ക് ആ ഒരു ഫിയർ ഇവിടെയും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് വളരെയധികം ഒരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ അത്രയും വലിയൊരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെവിൾ എനർജി ഈ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എവിടേക്കോ ട്രാപ്പായി കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരാൻ ശ്രമിച്ചിട്ടും പുറത്തു വരാൻ പറ്റാതെ ട്രാപ്പായി കിടക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കത് നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒരു സിറ്റുവേഷൻ, അത് ചിലപ്പോൾ അവരുടെ തേർഡ് പാർട്ടി ആയിരിക്കാം, അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ പോയത്. ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഒരു സ്ട്രോങ് മിസ്സിങ് ഫീൽ തന്നെയാണ്. എന്തൊക്കെയോ പേടികളുണ്ട്. ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ഒരു വശത്തുണ്ടാകും. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മറ്റേ ആളോട് എന്ത് പറയും അല്ലെങ്കിൽ മറ്റേ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പേടി ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നതും. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക, അതല്ലെങ്കിൽ വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.